ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കുക്ക് ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എളുപ്പത്തിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യാന്ന് കരുതി ഇന്ന് ഫെറ്റ ചീസ് പാസ്ത ഉണ്ടാക്കാന്ന് വെച്ചു. അതാകുമ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ. കുറെ പച്ചക്കറി എടുത്ത് തുണ്ടം തുണ്ടമായി വെട്ടി ബേക്കിംഗ് പാനിൽ വെച്ച് ടൈമർ സെറ്റ് ചെയ്യാം. ആദ്യം ഫ്രിഡ്ജിനകത്ത് കാണുന്ന വെജിറ്റബിൾസ് ഒക്കെ അങ്ങ് എടുക്കാം. ഞാൻ ഇതൊക്കെ അസംബ്ലിക്ക് നിർത്തിയ പോലെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്റെ ഫ്രിഡ്ജിൽ സ്പിനാച്ചും മഷ്റൂമും ടൊമാറ്റോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വേറെയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ പ്രോപ്പർ ലൈറ്റിങ്ങും സെറ്റിങ്ങും ഒന്നുമില്ലെങ്കിൽ ദാ ഇതുപോലെ ഷാഡോ അടിക്കും. ഇനി ഈ സ്പിനാച്ച് ഓരോന്നോരോന്നായി എടുത്ത് ക്ലീൻ ചെയ്ത് അതിന്റെ തണ്ട് വെട്ടി കളയുന്ന പ്രോസസ്സാണ്. കൂടെ ഒരു ചീര ഡാൻസും. പിന്നെ ഈ കഴുകി വൃത്തിയാക്കിയ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ബേക്കിംഗ് പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കും. ഇത് കണ്ടാൽ തോന്നും ഏതോ പശുവിന് തിന്നാൻ ഉണ്ടാക്കിയ ഫുഡാണെന്ന്. മൊത്തം പച്ചപ്പും ഹരിതാപ്പയും ആണല്ലോ. ഈ പച്ചക്കറിയൊക്കെ നിരത്തി വെച്ച് സദ്യക്ക് സാമ്പാർ വിളമ്പാൻ വരുമ്പോൾ ചോറിലൊരു കുഴി കുത്താറില്ലേ, അതുപോലെ നടുക്കൊരു കുളം കുത്തി അതിൽ ഈ ഫെറ്റ ചീസും ഭംഗിക്ക് കുറച്ച് സാൽമൺ പീസസും വെച്ചു. ഇനി അടുത്ത പരിപാടി പൊടി വിതറലാണ്. പൊടി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സോൾട്ട്, പെപ്പർ, ഇറ്റാലിയൻ സ്പൈസസ് തുടങ്ങിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടോ, പക്ഷേ ആവശ്യത്തിന് മാത്രം. എന്റെ കയ്യിൽ ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നുമില്ല. ആകെയുള്ളത് ഒരു സ്റ്റീൽ സ്പൂൺ മാത്രമാണ്. അതുകൊണ്ട് ഈ സ്പൂണുകൾ തമ്മിൽ മാറിപ്പോകുന്ന പ്രശ്നം എനിക്കില്ല. ലൈഫ് ഇസ് സോ സിമ്പിൾ. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിക്കാം. അപ്പോൾ നമ്മളുടെ പാസ്ത സോസ് കുറച്ച് ക്രീമി ആയിട്ട് കിട്ടും. പക്ഷേ ഇവിടെ എന്റെ ഈ പാസ്ത വെള്ളം കൂടി കുളമായോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഈ എണ്ണ തേച്ച കുട്ടപ്പന്മാരെ ഇനി പ്രീ ഹീറ്റ് ചെയ്ത് അവനിലേക്ക് വെച്ച് അങ്ങോട്ട് അടച്ചു പൂട്ടാം. മണിച്ചിത്രത്തിലാണെന്ന് ഇട്ട് പൂട്ടണ്ട കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് സെറ്റ് എന്ന് വിചാരിച്ചപ്പോഴാണ് റിയലൈസ് ചെയ്തത് പാസ്ത ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പാസ്തയും ബോയിൽ ചെയ്യാൻ വെച്ചു. പിന്നെ സോസും ബോയിൽഡ് പാസ്തയും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ച് മറിച്ച് അങ്ങനെ ഫെറ്റ ചീസ് പാസ്ത റെഡി. ഞാൻ ചീസ് ആഡ് ചെയ്തപ്പോൾ ആ പാത്രം കാലിയാക്കാൻ വേണ്ടി അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ അങ്ങ് ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ഈ സോസ് ഇങ്ങനെ വാട്ടറി ടെക്സ്ചറിൽ ഇരിക്കുന്നത്. പക്ഷെ എന്തായാലും സംഭവം ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമുക്കതാണല്ലോ മുഖ്യം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ടു ആൻഡ് കീപ് വാച്ചിങ് പാഡസൻ ബിരിയാണി.